Good evening, everybody. Center for Buddhist Studies, Sri Shankaracharya University of Sanskrit, SNDP Public Library, സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഓൺലൈൻ സെമിനാറിന്റെ മൂന്നാമത്തെ സെമിനാറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ന്യൂമിസ്മാറ്റിക് ആൻഡ് എപ്പിഗ്രാഫിക് എവിഡൻസസ് ബുദ്ധിസം ഫ്രം കേരള എന്നുള്ളതാണ്. സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത്, SNDP പബ്ലിക് ലൈബ്രറി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഓൺലൈൻ സെമിനാറിന്റെ ആദ്യമായി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃതിന്റെ വൈസ് ചാൻസലറായ KK ഗീതകുമാരി മാഡവും സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ ഫൗണ്ടിംഗ് കോർഡിനേറ്ററായ അസിസ്റ്റന്റ് പ്രൊഫസർ അജയ ശേഖർ സാറിനോടും നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ടോപ്പിക്കിലേക്ക് വരുന്നു. ന്യൂമിസ്മാറ്റിക് ആൻഡ് എപ്പിഗ്രാഫിക് എവിഡൻസസ് ഓഫ് ബുദ്ധിസം ഫ്രം കേരള. തുടക്കത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, നാണയ പഠനവും എപ്പിഗ്രാഫി ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ച അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ അല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ എത്രത്തോളം നിങ്ങളുടെ ഉദ്ദേശിച്ച രീതിയിലാണോ അല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇതിന് ശേഷമാണെങ്കിലും ഇതിനകത്ത് വരുന്ന കമന്റ്സിന് കഴിയാവുന്നത്ര മറുപടി പറയാൻ ശ്രമിക്കാം. ബുദ്ധിസം കേരളത്തിലേക്ക് വരുന്നു എപ്പോഴാണ് എന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് നോർത്ത് ഇന്ത്യയായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായി തുടങ്ങിയത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമുക്ക് അതിനുള്ള ആദ്യത്തെ തെളിവുകൾ കിട്ടുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത്, ഒരു പക്ഷേ ഇദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലത്തോ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ റെഫറൻസ് കിട്ടുന്നത്. അതിനകത്ത് രണ്ട് റെഫറൻസ് ആണ് വരുന്നത്. ഒന്ന് അവിടെ പറയുന്ന ചൗർണേയം എന്ന മുത്തിനെ പറ്റിയാണ്. ചൗർണേയ എന്നുള്ളത് ശ്യാമശാസ്ത്രി സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു, അത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ചൂർണ നദിയിൽ നിന്ന് കിട്ടുന്നത് ചൗർണേയം എന്നുള്ള രീതിയിലാണ്. ഈ ചൂർണ നദി എവിടെയാണെന്നുള്ളത് ഇടക്കാലത്തൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യയിലെ ഒരു ചൂർണയില്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ അതിലേക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ട് പറയാം, നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ചൂർണ എന്ന് പറയുന്ന ഒരു നദിയല്ല, ഇത് ചെറിയൊരു തോട്. റീസെന്റ് ആയിട്ട് അവർ കുറച്ച് വീതി കൂട്ടി ഒരു തോട് എന്നുള്ള ഫോമിലെങ്കിലും ആയിട്ട്, അല്ലാതെ ഒരു നദി എന്നുള്ള രീതിയിലോ ഒരു പോർട്ട് എന്നുള്ള രീതിയിലോ അതിനൊന്നും പറ്റിയൊരു സ്ഥലമല്ല ആ ചൂർണ. പിന്നെ ആൾക്കൂടെ ഉള്ളത് നമുക്ക് ഇവിടുത്തെ ചൂർണ നദിയാണ്. ഈ ചൂർണ നദിക്ക് ഈ പേര് അന്ന് മാത്രമല്ല അടുത്ത കാലം വരെ ഇപ്പോഴും ആ നദിയുടെ പേര് ചൂർണ എന്ന് തന്നെയാണ്. ഇത് ചൗർണേയ എന്നുള്ളൊരു വാക്ക് വരുന്നത് ദ ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെന്റ് സൂപ്രണ്ടൻസ് ചാപ്റ്റർ 11 അതായത് ട്രഷറിയിലേക്ക് റിസീവ് ചെയ്യുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളുടെ കാര്യങ്ങളെ പറ്റി പറയുന്നതിന്റെ കൂട്ടത്തിൽ, അത് ചെക്ക് ചെയ്ത് വേണം എടുത്തു വെക്കാനെന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ആണ് ഇത് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റെഫറൻസ് നമുക്ക് കിട്ടുന്നത് അർത്ഥശാസ്ത്രയിൽ നിന്ന് ചൗർണേയം എന്നുള്ളൊരു വാക്കാണ്. അത് ചൂർണ നദിയാണെങ്കിൽ അത് കേരളത്തിൽ നിന്ന് പോയത് തന്നെ ആയിരിക്കണം. ഒരു തരം ജിയോ ടാഗിങ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലോഗവും കൂടെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അർത്ഥശാസ്ത്രത്തിൽ തന്നെ ഒരു റെഫറൻസും കൂടെ ഉണ്ട്. അത് കുരുമുളകിനെ പറ്റിയാണ്. മരീച എന്നുള്ളൊരു വാക്കാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മരീചി പട്ടണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ മരീച എന്നുള്ളത്
അങ്ങനെ ലഭിച്ചതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ മരീച എന്ന് പറയുന്നത് ഒരു ജിയോ ടാഗിങ് തന്നെയാണ്. രണ്ടാമത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് വേറെ എവിടെയും അന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷെ ഇവിടെ നിന്ന് മാത്രമുള്ള അറിവല്ല നമ്മൾ 100% എവിഡൻസ് ആയിട്ട് എടുക്കുന്നത്. ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. പെരിപ്ലസ് മാരിസ് എറിത്രേ എന്നുള്ള ഗ്രീക്ക് കൃതിയിൽ ഞാൻ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് ജോൺ വാട്സൺ മക്ലിൻഡന്റെ ദ കൊമേഴ്സ് ആൻഡ് നാവിഗേഷൻ ഓഫ് ദി എറിത്രേയൻ സീ എന്നുള്ള ട്രാൻസ്ലേഷനിലാണ്. അതിനകത്ത് 56ാമത്തെ പാരഗ്രാഫില് വ്യക്തമായി പറയുന്നുണ്ട്, പെപ്പർ ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റി, അതായത് മുസ്ലിംസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലാണ് പറയുന്നത്. പെപ്പർ ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൺലി വൺ ഓഫ് ദീസ് മാർട്സ്. അതായത് മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയെന്നുള്ളതല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് കൊട്ടനാറ. അപ്പോ മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് കൊട്ടനാറ. അതായത് അന്ന് കുരുമുളക് ചന്ദ്രഗുപ്ത മൗര്യന്റെ മഗധ സാമ്രാജ്യത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നാണ്. പിന്നെ അപ്പോഴും പറയുന്നുണ്ട് പേഴ്സിനെ പറ്റി പിന്നീട് നമുക്ക് വലിയ അറിവില്ലെന്ന്. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പറയുന്നതും പേഴ്സിനെ പറ്റിയാണ്. പേഴ്സ് ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഒരുപാട് ഉണ്ടെന്ന് മാത്രമല്ല, ഈ സുപ്പീരിയർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഇത് ലോകോത്തര ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഈ പെരിപ്ലസ് ഓഫ് ദി എറിത്രേയൻ സീ എന്ന് പറയുന്നത് അന്നത്തെ ഇന്റർനാഷണൽ മാർക്കറ്റിന്റെ കാര്യത്തെ പറ്റി പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നതാണ്. അപ്പോ പേഴ്സിന്റെ ക്വാളിറ്റിയെ പറ്റി ക്വാണ്ടിറ്റിയെ പറ്റി നമുക്കൊരു സെക്കൻഡറി കൺഫർമേഷൻ കൂടെ കിട്ടുകയാണ്. അത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലുള്ള അർത്ഥശാസ്ത്രമായിട്ട് ഒത്തുപോകുന്നതുമാണ്. അപ്പോ മഗധ സാമ്രാജ്യമായിട്ട് നമുക്ക് ആ കാലഘട്ടം മുതൽ എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതി തുടങ്ങാം. അങ്ങനെയാണ് നമുക്ക് കേരളത്തിലത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പെരിങ്ങാശ്ശേരി ഇൻസ്ക്രിപ്ഷന്റെ പ്രസക്തി. ഇത് ഇടുക്കിയിലുള്ള പെരിങ്ങാശ്ശേരിയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് നന്നങ്ങാടികളുടെ കൂട്ടത്തിൽ നിന്ന് പലപ്പോഴായിട്ട് അത് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഒരു സർഫസ് ഫൈൻഡ് ആയിട്ട് ചാൻസ് ഫൈൻഡ് ആയിട്ട് കിട്ടിയതാണ്. ഇതിപ്പോ തിരുവനന്തപുരത്തെ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ ഡിസ്പ്ലേയിലുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. വെറുതെ കോറിയതോ വെറുതെ ഒരു പടം വരച്ചിട്ടിരിക്കുന്നതല്ല. പക്ഷെ ഇതിനകത്ത് സാധാരണ രീതിയിലുള്ള ഒരു പടമല്ല. ഇത് എങ്ങനെ ഡിസൈഫർ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റോൺ സ്ലാബ് കിട്ടിയിരിക്കുന്നത് നന്നങ്ങാടികളുടെ കൂട്ടത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് റഫായിട്ട് ഒരു പീരീഡിനെ പറ്റി ചിന്തിക്കാം. അതായത് നമ്മുടെ കോമൺ എറ തുടങ്ങുന്ന ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ 2-3 നൂറ്റാണ്ട് അതിന് മുമ്പോ 2-3 നൂറ്റാണ്ട് പിൻപോ ആയിരിക്കാം. നമുക്കിതിനകത്ത് എക്സാക്ട് എന്താണ് ഇദ്ദേഹം കൊത്തിവെക്കാൻ ഉദ്ദേശിച്ചത് എന്നൊന്നും വായിക്കാം. ഈ സ്മോൾ ലെറ്റർ ഡി പോലെ എഴുതുന്നത് ചായാണ് ബ്രാഹ്മിയില്. പക്ഷേ ഇവിടുത്തെ ചാക്കകത്തൊരു പ്രത്യേകതയുണ്ട്. താഴേക്കും ഒരു ലൈനുണ്ട്, റൈറ്റ് സൈഡിലേക്ക് ഒരു ലൈനുണ്ട്. സാധാരണ രീതിയിൽ താഴേക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ചു എന്നും റൈറ്റ് സൈഡിലേക്ക് ലൈൻ ഉണ്ടെങ്കിൽ ചാ എന്നും വായിക്കാം. പക്ഷെ ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ചുണ്ട്. പക്ഷെ ചായും ചൂയും കൂടെ ഒരുമിച്ച് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഏക ഓപ്ഷൻ ഉള്ളത് ഈ ച എന്ന് പറയുന്നത് ഈ ടെയില് ബോട്ടം സൈഡിൽ താഴേക്കുള്ള ആ ഒരു ടെയില് ബൈ ഡീഫോൾട്ട്
അതിനകത്ത് ആൽഫബറ്റിക് ഫോമിൽ തന്നെ ഉള്ളതാണ്. ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരുന്ന ചാ എന്ന് പറയാം. അത് കഴിഞ്ഞ് ഇത് ത എന്നുള്ളത് ഏതാണ്ട് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഒരു 90 ഡിഗ്രിയോളം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത് ത. ഈ തായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ത രണ്ട് രീതിയിൽ ബ്രാഹ്മി തന്നെ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ത ഇതിന് റെക്റ്റിലീനിയർ ഫോം എന്ന് പറയും, ആംഗുലർ ആണ്. വേറൊരു ഫോം ഉണ്ട് ത, ഇങ്ങനെ റൗണ്ട് പോലെ വരും, അതിനകത്ത് നമ്മൾ കർവിലീനിയർ എന്ന് പറയും. റെക്റ്റിലീനിയർ ത പഴയതും അതിന് ശേഷം ഫോം ചെയ്തതാണ് കർവിലീനിയർ ത. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഏർലി സ്റ്റേജ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ വെർട്ടിക്കൽ ലൈൻ റൈറ്റ് സൈഡിലേക്ക് വരുന്ന രു. അപ്പൊ പിന്നെ വരുന്നത് ഇവിടെ ഇത് മിറർ ഇമേജ് ഓഫ് ജ, ഈ ഇത് വരുന്നത് പ. ഇപ്പുറത്തെ ലൈൻ വരുന്ന പേ, ഈ ഡബ്ല്യു പോലത്തത് യ, താഴെക്കരയിലായിരുന്ന യു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം എന്നുള്ള നോർമൽ സീക്വൻസ് നോക്കുകയാണെങ്കിൽ ച, ത, രു, പേ, യു എന്ന് വരും. ഈ ചാത്തരുവിൽ പേയു എന്നുള്ളത് രണ്ട് ഇതാണ്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ചായയുടെ ഫോമിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഇൻഡിക്കേഷൻസ്. ഈ ചായ്ക്ക് താഴേക്ക് ഒരു ടെയിൽ ഉള്ളത് സൗത്ത് ഇന്ത്യന്ന് ആകെക്കൂടെ ഇതിനു മുമ്പ് അറിയപ്പെടുന്നത് ബട്ടിപ്രോലു കാസ്കറ്റ് ഇൻസ്ക്രിപ്ഷനിലാണ്. രണ്ടാമതൊരു സ്ഥലത്ത് നമുക്കത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ബട്ടിപ്രോലു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 230 BC-യിലാണ്. അപ്പോ ആ കാലഘട്ടം തന്നെയായിരിക്കണം ഈ പെരിങ്ങാശ്ശേരി ഇൻസ്ക്രിപ്ഷന്റെയും കാലഘട്ടം എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. ഈ താ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ഏർലി ഫോമിലുള്ള തായാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ചാത്തൻ, ചാത്തർ, ചാത്തരു, നമുക്ക് തേവൻ, തേവർ, തേവര് എന്ന് പറയും പോലത്തെ ഉകാരം വെച്ചാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ പേ. ചാത്തൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ബ്രാഹ്മി, സദേൺ ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പേരാണ് ചാത്തൻ. തുടക്കത്തിൽ ചാത്തന് രണ്ട് ത ഇടാറില്ല. ഇവൺ അശോകൻ ഇൻസ്ക്രിപ്ഷൻസിൽ പോലും പലയിടത്ത് ത ഒന്നേ ഉണ്ടാകാറുള്ളൂ. രണ്ട് ത വേണമെന്നില്ല, പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ചാത്തന് തന്നെ ആയിരിക്കണം. ചാത്തരു. ഇവിടെ വരുന്നത് പേയു. ഇതൊരു പേര്. ഈ പേ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിൽ ഞാനത് മോർട്ടൽ റിമെയിൻസ് അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ, അതായത് ഇത് കിട്ടിയിരിക്കുന്നത് നന്നങ്ങാടിയായിട്ട്, അതായത് ക്രിമിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് നമുക്ക് മോർട്ടൽ റിമെയിൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാം. അതായത് നന്നങ്ങാടിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഐഡന്റിഫിക്കേഷന് വേണ്ടുന്ന ഒരു കല്ല്, ഇവിടെ ഹിയർ ലൈസ് ദ പേഴ്സൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് വെക്കുമ്പോഴത്തെ ചാത്തന്റെ മോട്ടർ റിമെയിൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു ലേബലാണ് ഈ കാണുന്നത്. അവിടെയും വരുന്നുണ്ട് പേയ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇവിടെ യു എന്ന് വരുന്നുണ്ട്, പേ യു എന്ന് വരുന്നുണ്ട്. ഈ ഊകാരം വെച്ച് എൻഡ് ചെയ്യുന്നത് തെലുങ്കിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ നമുക്ക് പട്ടിപ്രോളു എന്നുള്ളതിൽ നിന്ന് വരുമ്പോൾ രണ്ട് രീതിയിലാണ് ലിങ്ക്ഡ് ആവുന്നത്. ഒന്ന് ചായയുടെ ഈ വെർട്ടിക്കൽ ഫോമിലുള്ള ടീല്, രണ്ടാമത് ഉ എന്നുള്ള രീതിയിൽ ചാത്തരു, പേയു രണ്ടും വരുന്നത്. അപ്പൊ നമുക്ക് ഏതാണ്ട് ഇതിന്റെ കാലഘട്ടവും ആ കോണ്ടെക്സ്റ്റും കൺഫേം ചെയ്യാൻ പറ്റും. ഇതാണ് ബട്ടിപ്രോലു ഇൻസ്ക്രിപ്ഷൻ കാസ്കറ്റിന്റെ മുകളിൽ. ഇവിടെ കണ്ടറിയാൻ ച എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. ഇതൊരു ചായാണ്, ഇതൊരു ചായാണ്. ബട്ടിപ്രോലു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ബുദ്ധിസമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിൽ, അത് ആന്ധ്രാപ്രദേശിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കുബേരകയുടെ പേര് അതിനകത്ത് വരുന്നോണ്ട് തന്നെ കുബേരകയുടെ കാലഘട്ടം 230 BC ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻസ്ക്രിപ്ഷന്റെ കാലഘട്ടം അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇൻസ്ക്രിപ്ഷന്റെ എങ്കിലും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും.
പിന്നെ ഭട്ടിപ്രോലുവില് ആ ഇൻസ്ക്രിപ്ഷൻസ് ബുദ്ധിസമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയില് നമുക്കറിയാവുന്ന ബുദ്ധന്റെ മോർട്ടൽ റിമെയിൻസ് ഉള്ള ഏക സ്ഥലം ഭട്ടിപ്രോലുവാണ്. അപ്പൊ അതിനകത്ത് ഇൻസ്ക്രിപ്ഷൻ 1 ഇപ്പൊ 4 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ബുദ്ധ ശരീരാനാം നിഹേതു. അപ്പോ ബുദ്ധന്റെ മോർട്ടൽ റിമെയിൻസിന്റെ ഒരു കാസ്കറ്റ് ഉണ്ട്. അതിനകത്ത് ആഷസ് ഉണ്ട്. അതിനകത്ത് ഗോൾഡിന്റെ ചെറിയ ചെറിയ ഓർണമെന്റ്സോ, അല്ലെങ്കിൽ ഓർണമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ആരും ധരിച്ചതായിരിക്കത്തില്ല. എനിവേ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ സാധനങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇപ്പോ മദ്രാസ് മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും പെരിങ്ങാശ്ശേരി ഇൻസ്ക്രിപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഭട്ടിപ്രോലു എന്ന ബുദ്ധിസ്റ്റ് സെന്ററും സഹ്യ മൗണ്ടന്റെ വെസ്റ്റേൺ സൈഡുമായിട്ടുള്ള ലിങ്കിന്റെ പ്രൂഫാണ് ഈ പറയുന്ന പെരിങ്ങാശ്ശേരി ഇൻസ്ക്രിപ്ഷൻ. പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കണം, ചാത്തൻ എന്നുള്ളതാണ്. നമ്മൾ ചാത്തൻ എന്നുള്ള വാക്കിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ആ ഒരു ലിങ്ക് നമുക്ക്, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ത്രൂ ഭട്ടിപ്രോലു കേരളത്തില്, അതായത് സഹ്യന്റെ വെസ്റ്റേൺ സ്ലോപ്പിലേക്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് വന്നു എന്നുള്ളതിന് നമുക്ക് ഈ സ്റ്റേജിൽ ഉറപ്പുവരുത്താൻ പറ്റും. അത് കഴിഞ്ഞ് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ. തേർഡ് റൂളറായിട്ട് വരുന്നത് അശോക ചക്രവർത്തിയാണ്. അദ്ദേഹം 216 BC മുതൽ 232 BC വരെ. ഇദ്ദേഹത്തിന്റെ കാലത്തും കേരളമായിട്ട് ബന്ധമുള്ളതിന് നമുക്ക് അനിഷേധ്യമായ തെളിവുകൾ കിട്ടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ അടക്കമുള്ള പഞ്ചമാട് കോയിൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് റെക്കോർഡിക്കലായിട്ട് സ്റ്റഡി നടന്നിരിക്കുന്ന പബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹോർഡ്സ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന് ഇയാലിൽ നിന്നാണ്, വേറൊന്ന് വള്ളുവള്ളി, വേറൊന്ന് അങ്കമാലി ഹോർഡ്. ഈ അങ്കമാലി ഹോർഡിൽ മാത്രം 738 സിൽവർ കോയിൻസ് ഉണ്ടായിരുന്നു. ഇനി എന്താണ് പഞ്ച്മാർക്ക്ഡ് കോയിൻ എന്ന് പറയുമ്പോൾ ടിപ്പിക്കലായിട്ട് ഇങ്ങനെയാണ് അതിരിക്കുക. അതായത് സാധാരണ രീതിയിൽ യൂണിഫേസ്ഡ് ആണ്. 3.4 gram ആയിരിക്കും അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് അവിടെ കിട്ടുന്ന സമയത്ത്. അതിനകത്ത് 5 പഞ്ച് യൂസ് ചെയ്താണ് ഇതിന്റെ മാർക്സ്. അതായത് 1, 2, 3, 4, 5. ഇത് ഒരു പഞ്ച്, ഇത് വേറൊരു പഞ്ച്, ഇത് സൂര്യന്റെ സിമ്പിള്, ഇവിടെ വേറെ സിമ്പിൾ, ഇവിടെ വേറെ സിമ്പിൾ, അങ്ങനെ 5 പ്രാവശ്യമായിട്ടാണ് ഇത് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പഞ്ച്മാർക്ക്ഡ് കോയിൻ, അതായത് ഒരൊറ്റ ഡൈ വെച്ചല്ല അടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔട്ടർ ലൈൻസ് ഡിപ്രസ്ഡ് ആകാത്തക്ക രീതിയിൽ ഓരോ എംബ്ലംസും പഞ്ച് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ പഞ്ച്മാർക്ക് കോയിൻസ് എന്ന് പറയുന്നത്. അതിന്റെ റിവേഴ്സ് സൈഡ് നോർമലി ബ്ലാങ്ക് ആയിരിക്കും. അതായത് മിന്റ് ചെയ്യുന്ന സമയത്ത് ലേറ്റർ പീരീഡിൽ ട്രേഡ് ഗിൽഡ്സ് ഒക്കെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ജെന്യൂൺ ആണോ അല്ലേ എന്ന് കൺഫേം ചെയ്യുന്ന സമയത്ത് അവരെ ഓതന്റിക്കേഷന് വേണ്ടി അവരെ അടയാളപ്പെടുത്താറുണ്ട്. അത്തരം അടയാളങ്ങൾ ഒബേഴ്സിൽ ഉണ്ടാകാറുണ്ട്. ഈ പർട്ടിക്കുലർ നാണയത്തിലുള്ള അടയാളങ്ങളാണ് ഈ കാണുന്നത്. ഈ സൂര്യന്റെ ഇത് ഇവിടെയാണ്, ഇത് എക്സാമ്പിൾ സിമ്പിളാണ്, ഇത് ട്രീ ആണ്, ഹില്ലിലുള്ളതാണ്, ഇത് ഓക്സ്, ഇത് ഈ എംബ്ലം ഇവിടെ, ഇതിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പഞ്ച്മാർക്ക്ഡ് കോയിൻ എന്ന് പറയുന്നത്. ഇത്തരം കോയിൻസ് ഒരുപാട് നമ്മൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം അശോകന്റെ കാലഘട്ടത്തിൽ ഏതാണെന്നൊക്കെ അറിയാൻ തന്നെ അതിന്റെ സീക്വൻസ് നമുക്ക് വളരെയധികം സ്റ്റഡീഡ് ആണ്. ഏതായാലും മൗര്യ സാമ്രാജ്യമാണ് ഈ ടൈപ്പിലുള്ള, ഇതിനെ ഇമ്പീരിയൽ പഞ്ച്മാർക്ക് കോയിൻ എന്ന് പറയും, അത് ഇഷ്യൂ ചെയ്തത്. അത് പല രീതിയിൽ കൈമറിഞ്ഞ് കേരളത്തിൽ പലയിടത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്കാറ്റേർഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും തെളിവ് കിട്ടുകയാണ് നോർത്ത് ഇന്ത്യയുമായിട്ട് അക്കാലഘട്ടത്തിലുള്ള കോണ്ടാക്ട്സ്, അല്ലെങ്കിൽ അവരുമായിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് നമ്മളെ പറ്റി അറിയായിരുന്നു. അവർ പലരും ഇവിടെ വന്നിട്ടുണ്ട്, ട്രേഡ് നടന്നിട്ടുണ്ട്. അല്ല, ട്രേഡിനാണ് കൂടുതൽ കോയിൻസ് വരുന്നത്. അതുപോലെ തന്നെ അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ നമ്മൾ കേരളത്തെ പറ്റി പറയുന്നുണ്ട്. ഗിർനാർ ഇൻസ്ക്രിപ്ഷനിൽ കെ തലപുത്തോ, കാൽസി ഇൻസ്ക്രിപ്ഷനിൽ കെ ലലപുത്ത, ഷബാസ് ഖർഗി ഇൻസ്ക്രിപ്ഷനിൽ കേരത പുത്രോ,
ഇതിനകത്ത് മൂന്നിടത്തും മൂന്ന് തരത്തിലാണ് പറയുന്നത് കൊണ്ട് നമുക്ക് കേരള അല്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന്റെ ബേസിക് റീസൺ, ഇത് ഒറ്റയ്ക്കല്ല വരുന്നത്. ചേരന്റെയും ചോളന്റെയും പാണ്ഡ്യന്റെയും പേരിന്റെ കൂട്ടത്തിലാണ് ഇതും വരുന്നത്. അപ്പൊ ചേരൻ എന്നുള്ളതിന് പകരമാണ് അക്കാലഘട്ടത്തിൽ ഇത് വരുന്നത്. കൂട്ടത്തിലുള്ള പാണ്ഡ്യനും ചോളന്മാരെയും പറയുന്നുണ്ട്. അവരുടെ പേരുകളും പലയിടത്തും പല രീതിയിലും കറപ്റ്റഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷെ അവർക്ക് എക്സാക്ട്, അതായത് ഇതിന്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുക്കുന്ന വ്യക്തിക്ക്, അതായത് കല്ലിൽ കുത്തിവെക്കുന്ന ആളല്ല, അതിനു മുമ്പ് എഴുതി കൊടുക്കുന്ന ആൾക്ക് എക്സാക്റ്റ് ആ പേരിനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കാം, അല്ല എങ്കിൽ റീജിയണലി ഈ പേരിലായിരിക്കാം അവിടെ അറിയപ്പെടുന്നത്. ഈ രണ്ട് റീസണും കൊണ്ടായിരിക്കാം ഈ കറപ്ഷൻ ഉണ്ടായത്. പക്ഷെ നമുക്ക് ഈ കേതലപ്പുത്തമെന്നോ ആ ഒരു ഇതും പാണ്ഡ്യ ചോള പേരുകളുടെ കൂട്ടത്തിൽ വരുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയാം. അന്ന് അതിനകത്ത് പറയുന്നത് രണ്ട് രീതിയിലുള്ള ബിഷപ്പുരന്മാരെ ഇദ്ദേഹത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താണെങ്കിൽ പോലും ഈ സ്ഥലങ്ങളിലേക്ക് രണ്ട് രീതിയിലുള്ള ബിഷപ്പുരന്മാരെ പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് മനുഷ്യരെ ചികിത്സിക്കാൻ, മറ്റൊന്ന് മൃഗങ്ങളെ ചികിത്സിക്കാൻ. ഇനി ചികിത്സിക്കാൻ വേണ്ടുന്ന പച്ചിലകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെടികളുണ്ടെങ്കിൽ അത് ഇവിടെ ഇല്ല എങ്കിൽ അത് കൊണ്ടുവരാനും, അതായത് അവർക്ക് അറിയാവുന്ന ഒരു ചികിത്സ, അതിന് വേണ്ടുന്ന മരുന്നുകൾ ലോക്കലി അവൈലബിൾ അല്ലെങ്കിൽ പോലും അതിന്റെ റോ മെറ്റീരിയൽസ് പോലും കൊണ്ടുവന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തണം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഇൻസ്ക്രിപ്ഷനിൽ അറിയുന്നത്. അതായത് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് അശോകൻ അവർ ബിഷപ്പുരന്മാരാണെങ്കിൽ പോലും ദേ ആർ പ്രസന്റ് ഇൻ കേരള ഓൾസോ. ഇനി നമുക്ക് കൽസി ഇൻസ്ക്രിപ്ഷന്റെ ശരിക്കുള്ള ഇൻസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ചില പ്രത്യേകതകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങാം. ഇവിടെ മുതലാണ് നമ്മൾ ഈ ബുദ്ധിസം ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെപ്രസെന്റഡ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയത് മൗര്യ സാമ്രാജ്യവും കേരളവുമായിട്ട്, അതായത് ബുദ്ധിസത്തിന് വളരെയധികം, അതായത് അശോകന്റെ കാലഘട്ടം മുതലാണ് ബുദ്ധിസത്തിന് ഒരു പാറ്റർനേജ് കിട്ടുന്നത്. അപ്പോ ആ സമയം മുതൽ അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസിലും അതിനുശേഷം അത് എങ്ങനെയൊക്കെയാണ് മറ്റു സ്ഥലങ്ങളിൽ ബുദ്ധിസത്തെ റെപ്രസെന്റ് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. കൽസി ഇൻസ്ക്രിപ്ഷനിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആനയുടെ പടമാണ്. ആനയ്ക്ക് ബേസിക്കലി യാതൊരു രീതിയിലുള്ള ഓർണമെന്റേഷൻ, നമ്മുടെ കപാരിസം എന്ന് പറയുന്ന യാതൊന്നും തന്നെ ഇല്ല. ഒരു എന്തെന്നാ പറയുന്നത്, ആസ് വി സീ ഇൻ ദ നേച്ചർ, അതല്ലാതെ യാതൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. താഴെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഗ ജ ത മേ. നമ്മള് സാധാരണ ഗജോത്തം എന്നൊക്കെ പറയും, പക്ഷെ ഇതിനകത്ത് ഗ ച ത മേ, ഗജോത്തം എന്ന് പറയുന്നത് ഗജോത്തം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇവിടെ മാറ്റി വളരെ സ്പെസിഫിക് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഇതുണ്ട്, അത് മേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അമ്മ, അമ്മേ എന്ന് പറയുന്നതൊക്കെ നമ്മൾ വി ആർ കോളിംഗ്, വി ആർ പ്രേയിങ്, ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അല്ലാതെ ഇതിന്റെ ഐഡന്റിറ്റിയേക്കാൾ കൂടുതൽ ആ ഒരു പ്രേയർ എന്നുള്ള രീതിയിലാണ് ശരിക്കും എനിക്ക് അത് ഫീൽ ചെയ്യുന്നത്. കാരണം എ അല്ലെങ്കിൽ മാന്റെ എ എന്നുള്ളത് വരേണ്ട ഒരു ആവശ്യമില്ല, അത് വളരെ ക്ലിയർ ആണ് ഇൻസ്ക്രിപ്ഷനിൽ. ഇപ്പൊ ഇത് കൽസി ഇൻസ്ക്രിപ്ഷൻ. ഇനി ധോളിയിലാണെങ്കിലോ മറ്റത് ഒരു ലൈൻ ഡ്രോയിങ് ആണ്, കല്ലിൽ വെട്ടിയെടുത്തതാണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത് സ്കൾപ്ചേർഡ് ആയിട്ട് തന്നെ ധോളിയിലെ ഇൻസ്ക്രിപ്ഷന്റെ അടുത്ത് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയും ആന തന്നെയാണ്. അപ്പൊ ആന എന്നുള്ളത് കുറച്ച് പ്രോമിനൻസ് അശോകന്റെ കാലഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. ഈവൻ ബുദ്ധിസത്തെ പറ്റി ധമ്മ എന്നുള്ളതാണ് പറയുന്നത്. അതിനെപ്പറ്റി പറയുമ്പോഴും ബുദ്ധനെ റെപ്രസെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പേരോ അല്ലെങ്കിൽ ബുദ്ധിസം എന്നുള്ള ഒരു പേരോ അല്ലെങ്കിൽ ബുദ്ധ എന്നുള്ള ഒരു പേരോ പറയുന്നതിന് പകരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പടം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ ഡ്രോയിങ് ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല.
ഈ ആനേനെ ഇവർ അഡോപ്റ്റ് ചെയ്യാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ബുദ്ധന്റെ അമ്മയായ മായാദേവിക്ക് ഒരു സ്വപ്നം കാണുകയുണ്ടായി ബുദ്ധന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതിനകത്ത് കാണിക്കുന്നത് മായാദേവി കിടക്കുന്നു, വിളക്ക്, 3 ഫീമെയിൽ അറ്റൻഡൻസ്, ഇവിടെ വെള്ളമാണെന്ന് തോന്നുന്നു, നമ്മുടെ ടിപ്പിക്കൽ കിണ്ടിയ തന്നെയാണിത്. പിന്നെ ഒരു ആന. ഈ ആന താഴോട്ട് ഡിസെൻഡിങ് ഇതിലാണ് വരുന്നത്. ഇത് പറയുന്നത് എലിഫന്റ് ഡിസെൻഡഡ് ഫ്രം ദ തുഷിത ഹെവൻ ആൻഡ് എൻറ്റേർഡ് ഹെർ വോംബ്. അങ്ങനെയാണ് മായാദേവി ഗർഭം ധരിക്കുന്നത് ബുദ്ധനെ. അതാണ് ഇവിടെ ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ബർഹത്ത് റീഡിങ്സ് ഏതാണ്ട് 125 മുതൽ 100 BC വരെയുള്ള കാലഘട്ടത്തില് റെയിലിങ്സ് എന്ന് പറയുന്ന സാധാരണ ഒരു ചെറിയ ഗേറ്റ് എന്ന് ഒരു റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും സ്റ്റോണിന്റെ പില്ലർ പോലത്തുള്ളത് വെച്ചിട്ട് ഈസി ആക്സസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെക്കുന്നതിനാണ് റെയിലിങ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ പില്ലറിൽ കാണുന്ന പിക്ചറാണിത്. ഇത് വെർട്ടിക്കൽ, ഇത് അതിന്റെ ഇടയ്ക്ക് വെച്ചുള്ള ഒരു റൗണ്ട് പോർഷനിൽ ചെയ്തിരിക്കുന്ന ഇതാണ് ബർഹത്ത് റെയിലിങ്സ്. 125 to 100 BC ആണ് ഇതിന്റെ കാലഘട്ടം പറയുന്നത്. ഇതിനകത്ത് വേറൊന്നും കൂടെ പറയുന്നുണ്ട്. ഇതിന്റെ മുകളിലൊരു ലേബലുണ്ട്, ഭഗവതോ ഉക്രംതി. ഭഗവതോ ഉക്രംതി. ഉക്രംതി എന്ന് പറയുന്നത് ഡിസെൻഡിങ് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ ഡിസെൻഡ് ചെയ്ത് വരുന്നതിന് വ്യക്തമായിട്ട് പറയുന്നത് ഭഗവാന്റെ ഡിസെൻഡൻസ് ആണ്, ഡിസെൻഡൻസി. അതായത് ഭഗവാൻ, അത് നമ്മുടെ എമാൻസിപ്പേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് ആയിട്ട് സങ്കല്പിക്കുമ്പോഴാണ്. ഇത് ഭഗവാനെ ആനയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്നുള്ളൊരു വാക്ക് തന്നെയാണ് ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നത്. ഭഗവതോ ഉക്രാന്തി എന്നാണ് പറയുന്നത്. അപ്പോ ബുദ്ധന്റെ ഒറിജിനെ പറ്റിയുള്ള മായാവതിക്ക് ഉണ്ടായിരുന്ന ആ ഡ്രീമിനെ പറ്റിയാണ് ആക്ച്വലി ഇവിടെ ഡിപിക്ട് ചെയ്യുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ആന ബുദ്ധിസത്തിൽ ഇമ്പോർട്ടന്റ് ആകുന്നതിന്റെ ഒരു പ്രൂഫായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നാണയങ്ങളിലൊക്കെ സംഘംപീലിലുള്ള നാണയങ്ങളിൽ ഒരു സൈഡിൽ ആന, അതിന് മുകളിൽ അഷ്ടമംഗളങ്ങൾ, പല രീതിയിലുള്ള അഷ്ടമംഗൾ, ചിലതിൽ എണ്ണം കൂടുതൽ കുറവ്, എല്ലാ എട്ടെണ്ണമൊന്നും ഉണ്ടാകുന്നില്ല, അത്തരം രീതിയിലുള്ള. മറ്റു സൈഡിൽ നമ്മുടെ ചേരന്റെ ഡയനാസ്റ്റിക് ആയിട്ടുള്ള അമ്പും വില്ലും അങ്കുശവും കാണാം. ഇത് തന്നെയാണ് പാണ്ഡ്യൻ കോയിൻസിൽ ഉണ്ടാകുന്നത്. ഒരു സൈഡിൽ ആന, അഷ്ടമംഗളങ്ങൾ ഈ കോയിന്റെ ക്ലിയർ ആയിട്ട് കാണാം, മറ്റു സൈഡിൽ പാണ്ഡ്യൻ ടെമ്പിളോ ആയിട്ടുള്ള ഫിഷ്. ഇത് തന്നെയാണ് ചോള കോയിനിലും കാണുന്നത്. ഒരു സൈഡിൽ ആന ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അതേസമയം അവരുടെ ഡൈനാസ്റ്റിക് എംബ്ലം എന്ന് പറയുന്നത് ലയൺ ആണ്. അപ്പൊ ഇതിലെല്ലാം കോമൺ ആയിട്ട് നമുക്കറിയാം ഒരു ഫേസില് ആനയുണ്ട്, മറ്റേ സൈഡിലാണ് ഡൈനാസ്റ്റിക് എംബ്ലംസ് ഓരോന്നും മാറി മാറി വരുന്നത്. അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് കിട്ടുന്ന ബുദ്ധന്റെ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് 2nd or 3rd സെഞ്ചുറിയിലോ ഉള്ളതാണ്, കുഷാൻ എംപയറിന്റെ കാലഘട്ടത്തിൽ. ഇതാണ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റാച്യു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു ബി ദ ഫസ്റ്റ് ഡെപിക്ഷൻ ഓഫ് ബുദ്ധ ഇൻ ഹ്യൂമൻ ഫോം, അതായത് ബുദ്ധനെ ഹ്യൂമൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന വെരി ഫസ്റ്റ് വൺ എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് റൂം നമ്പർ 22 ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. അപ്പോ അതുവരെ, അതായത് 2nd or 3rd സെഞ്ചുറി BC അല്ല, AD ആണ്. അതായത് മിനിമം ഒരു 500 വർഷത്തേക്ക്, ബുദ്ധന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു മിനിമം ഒരു 500 വർഷത്തേക്ക് ബുദ്ധനെ ഹ്യൂമൻ ഫോമിൽ റെപ്രസെന്റ് ചെയ്തതായിട്ട് നമുക്ക് ഒരിടത്തുനിന്നും തെളിവുകൾ കിട്ടുന്നില്ല. അതിന്റെ റീസൺ ബുദ്ധൻ തന്നെ അതിനെ വിലക്കിയത് കൊണ്ടായിരിക്കണം. അപ്പോ അതുകൊണ്ടാണ് ധമ്മ വിജയൻ എന്ന് അശോകന്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന
അദ്ദേഹത്തിന്റെ ബൗണ്ടറീസിന് എക്സീഡ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്ന കേരളപുത്ര, ചോള, പാണ്ഡ്യ അവരുടെ എല്ലാ നാണയങ്ങളിൽ ഒരു വശത്ത് കോമൺ ആയിട്ട് എലഫന്റ് വിത്ത് അഷ്ടമംഗള സിംബൽസ്. സാധാരണ കോയിനെ പറ്റി പറയുന്ന ഒരു സൈഡ് ഡിവൈൻ, ഒരു സൈഡ് റോയൽ, അങ്ങനെയാണ് ജനറലി. അപ്പോൾ ഇതെല്ലാം ഡിവൈൻ സൈഡാണ്. അതായത് സംഘം പീരീഡില് ഈ മേജർ ഡൈനാസ്റ്റികളുടെ എല്ലാം ഒഫീഷ്യൽ റിലിജൻ ബുദ്ധിസം തന്നെയായിരുന്നു. കാരണം ആന അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ബുദ്ധനെ തന്നെയാണ്, ബുദ്ധിസത്തെയാണ്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കോയിൻ, ചേരന്റെ കോയിൻ ഈജിപ്തിലെ ഡയോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് ആന, ഇവിടെ അംബ്രല, ബോധിവൃക്ഷം, മറ്റേ സൈഡിൽ ഇത് ചേരന്റെ ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് അമ്പും വില്ലും അങ്കുശം. ഈ നാണയങ്ങൾ പല പാറ്റേണിലുള്ളത് അവൈലബിൾ ആണ്. ഇത് ഈജിപ്തിലെ ഡയോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എക്സ്കവേഷനിൽ കിട്ടിയതാണ്. അത് പോകാനുള്ള സാഹചര്യം ഇത്രയേ ഉള്ളൂ. മുസിരിസിൽ നിന്ന് കപ്പൽ കടന്ന് ബെർണിക്ക എന്നുള്ള തുറമുഖം, അവിടെ നിന്ന് കോപ്റ്റോസിൽ നിന്ന് അലക്സാൻഡ്രിയയിൽ നിന്ന് റോമിലേക്കൊക്കെ സാധനങ്ങൾ പോരുന്നു. അതാണ് നമ്മുടെ പഴയ ട്രേഡ് റൂട്ട്. അപ്പോ ബെർണിക്കയുടെയും കോപ്റ്റോസിന്റെ ഇടയ്ക്ക് ഏതാണ്ട് പകുതി, അല്ലെങ്കിൽ പകുതിയുടെ തൊട്ട് അപ്പുറത്തുള്ള സ്ഥലമാണ് ഡയോസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് അവിടെ ഒരു ഹൈഡ്രോമ എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. അതായത് അവർക്ക് പകല് വിശ്രമിക്കാൻ, രാത്രിയല്ല വിശ്രമിക്കാൻ, പകലാണ് വിശ്രമിക്കുന്നത്. ഈ ട്രേഡ് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥയുണ്ട്. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഫോർട്ട്, കാരണം കച്ചവടക്കാർക്ക് അവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കണം സേഫായിട്ട്. ഒട്ടകങ്ങളും ഇവർക്ക് വല്ല ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ടാകണം. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. കാരണം രാത്രി കംപ്ലീറ്റ് അവർ യാത്ര ചെയ്യും. ഈ ചൂടത്ത് അവർ പകല് അവിടെ അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത്. ഇത്തരം സ്ഥലങ്ങളെല്ലായിടത്തും ഒരു പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടാകും. ഈ ഡയോസിനകത്ത് അവിടെയും ആ പ്ലേസ് ഓഫ് വർഷിപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നതിന് നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന ബെർണിക്കയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഇതും നമ്മൾ കാലഘട്ടം നോക്കണം, 2nd സെഞ്ചുറി CE ആണ്. അതായത് ഏറ്റവും ആദ്യം ബുദ്ധ പ്രതിമകൾ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെയാണ്. ആ കാലഘട്ടം നമുക്ക് നന്നായിട്ടറിയാം. നമുക്ക് അവരുമായിട്ട് വളരെയധികം കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് കൺസെപ്റ്റ് ഗാന്ധാരൻ സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് 2 ക്യാരക്ടർ പ്രത്യേകത നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ മെറ്റീരിയല് മെഡിറ്ററേനിയൻ മാർബിൾ ആണ്. അതായത് ഗാന്ധാരത്തു നിന്നോ വേറെ ഒരിടത്തുനിന്നോ കൊണ്ടുപോയതല്ല. മെഡിറ്ററേനിയൻ റീജിയനിൽ തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഇത് ടർക്കിയിൽ നിന്നാകാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് മെഡിറ്ററേനിയൻ മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്, നമുക്ക് ഈ ഹാരോ സാധാരണ രീതിയിൽ ഉണ്ടാകുമെങ്കിലും ഈ സൺ റേസ് പോലെയുള്ളത് നമ്മുടെ സ്റ്റൈലല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രീക്കോ റോമൻ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഡയറക്ട്ലി. ഗാന്ധാരയിലും അത് തന്നെയാണ്. അവിടെയും ഗ്രീക്ക് കൾച്ചറും ഇന്ത്യൻ കൾച്ചറും കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് ഗാന്ധാര എന്ന് പറയുന്നത്. അതായത് അവിടെ അലക്സാണ്ടറിന്റെ ഡിസെൻഡൻസ് ഉണ്ടായിരുന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അവിടെയാണ് ആദ്യമായിട്ട് നമുക്ക് ഇത്തരം പ്രതിമകൾ ഉണ്ടാകുന്നത്. അല്ലാതെ മെയിൻലാൻഡ് നമ്മുടെ സബ് കോണ്ടിനെന്റൽ ഇന്ത്യയിൽ അതിനു മുമ്പ് ബുദ്ധ പ്രതിമകൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് തുടങ്ങുന്ന കാലത്ത് തന്നെ നമുക്ക് ബെർണിക്കയിൽ നിന്ന് അവിടുത്തെ ലോക്കൽ യൂസിന് വേണ്ടി ഇത് കിട്ടിയിരിക്കുന്നതോ ബെർണിക്കയിലത്തെ മെയിൻ ടെമ്പിൾ ആയിട്ടുള്ള ഐസിസ് എന്ന് പറയുന്ന റോമുകാരും ഗ്രീക്കുകാരൊക്കെ ആരാധിക്കുന്ന ദേവന്റെ പ്രധാന ടെമ്പിളിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോ അതിന്റെ കൂട്ടത്തിൽ അവര് ഇതും ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ അവരുമായിട്ടും ബന്ധം ഞാൻ ഈ പറയുന്നത്, ഈ അന്ന് കാലത്തെല്ലാം ട്രേഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് തന്നെയായിരുന്നു റൂട്ട്. നമുക്ക് ഇവിടുത്തെ പോർട്സ് ഒക്കെ ഉണ്ട്, ആ പോർട്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ മെജോറിറ്റി ഇവിടുന്ന് തന്നെയാണ് പോയിരുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു ചാത്തനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോ ഞാൻ നേരത്തെ ഈ ഒരു സ്ലൈഡ് പറഞ്ഞത് ആ ട്രേഡേഴ്സ് വഴിയാണ് ഈ പറയുന്ന എന്തെന്നാ പറയുന്ന കൾച്ചർ ട്രാൻസ്ഫറിങ് നടക്കുന്നത് ബേസിക്കലി അന്നത്തെ കാലത്ത്. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഒരു ചാത്തനെ പറ്റിയാണ് അരചല്ലൂർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഇതാണ് ചാത്തൻ. ഈ ചാത്തനെ പറയുന്നത് വണക്കൻ എന്താണ്? വ ന ക എൻ. രണ്ട് കായുണ്ട്, രണ്ട് നാണ്. വണക്കൻ, അതായത് വണിക് എന്നുള്ളതാണ്. ഹീസ് എ ട്രേഡർ. അവരുടെ പേര് ചാത്തൻ. തേവൻ, തേവൻ ചാത്തൻ. തേവൻ ചാത്തൻ എന്നുള്ളതാണ് അവരുടെ പേര്. അയാൾ ഒരു ട്രേഡർ ആയിരുന്നു. നമുക്ക് ഒന്നും കൂടെ പെരിങ്ങാശ്ശേരി ലിഖിതത്തെ പറ്റി ചിന്തിക്കാം. അവിടെ ചാത്തനുണ്ട്. അന്നും ഇത്തരം ഒരു ആൾ അവിടെ വരാനുള്ള സാഹചര്യം ട്രേഡ് തന്നെ ആയിരുന്നിരിക്കണം. അപ്പൊ ഇതേ പേരിലുള്ള നമുക്ക് ഇത് കുറച്ചുകൂടെ ഇലക്ട്രിക് പേരിലുള്ളതാണ്. മാത്രമല്ല ഇവിടെ വേറൊന്നും മലയ്യ എന്നുള്ള ഒരു വാക്കുകൂടെ വരുന്നുണ്ട്. അതായത് മലയായിട്ട് ബന്ധപ്പെട്ട ട്രേഡറാണ്. അതായത് ഒരുപക്ഷെ ഫോറസ്റ്റ്, അതായത് മല സഖ്യ മൗണ്ടൻസ് ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. അതായത് മൗണ്ടനസ് റീജിയനിൽ ട്രേഡിന് പോകുന്നു. ഒരുപക്ഷെ പേപ്പർ കളക്ട് ചെയ്യാനായിരിക്കാം ഇദ്ദേഹം, അല്ലെങ്കിൽ മല ക്രോസ് ചെയ്ത് ട്രാൻസ്കാർഡിയൻ ട്രേഡർ എന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കാം. മലയ എന്നുള്ളൊരു വാക്ക് ഇവിടെ വരുന്നുണ്ട്. മലയ, വണിക്കൻ, തേവൻ, ചാത്തൻ. അപ്പൊ ട്രേഡേഴ്സും ആ ട്രേഡർമാരുടെ ഇടയിൽ ചാത്തൻ എന്നുള്ള ഒരു കൺസെപ്റ്റും അവര് ട്രേഡേഴ്സ് ആയിരുന്നു എന്നുള്ളതും ഈ ഭട്ടിപ്രഭു പോലുള്ള ബുദ്ധിസ്റ്റ് സെന്റേഴ്സുമായിട്ടാണ് അവർക്ക് ബന്ധം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തായിരിക്കും അതിനകത്ത് വേറെ ഒന്നും കൂടെ, ഈ നമ്മൾ നേരത്തെ കണ്ട ഇൻസ്ക്രിപ്ഷൻ എന്ത് കാരണം കൊണ്ടായിരിക്കും ഈ രീതിയിൽ എഴുതേണ്ടി വരിക? കാരണം സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ നിരത്തി എഴുതും. ഇനി അതിന് കൊണ്ടില്ലെങ്കിൽ അടുത്തൊരു ലൈനിലേക്ക് എഴുതും. പക്ഷെ നമ്മൾ പെരിങ്ങാശ്ശേരി ഇൻസ്ക്രിപ്ഷനിൽ അങ്ങനെയൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടാൽ ഒരു പടം വരച്ചു വെച്ച പോലെ, അതായത് ഇന്റൻഷണൽ ആയിട്ട്, അല്ലാതെ അറിയാതെ ആയിപ്പോയതൊന്നുമല്ല. കാരണം എന്നൊക്കെ പറയുന്നത് ചെരിച്ചൊക്കെ വെച്ചിട്ടാണ് യാ ചെരിച്ചിട്ടൊക്കെ ഒരു ലൈനില് ഒരു ഫിഗർ പോലെ ചെയ്തെടുക്കുന്നത്. അത് എന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഒരു പക്ഷെ അന്നത്തെ കാലത്തെ മണ്ഡല, നമുക്ക് ഇലക്ട്രിക് ഫീൽഡിലാണ് മണ്ഡല എന്നുള്ളൊരു വാക്കുകൾ വരുന്നത്. ഇപ്പോഴും മണ്ഡല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ബുദ്ധിസ്റ്റിന്റെ ഇടയിൽ. അത് ബേസിക്കലി അവർ പറയുന്നത് ജോമെട്രിക് കോൺഫിഗറേഷൻ ഓഫ് സിംബൽസ് എംപ്ലോയ്ഡ് ഫോർ ഫോക്കസിംഗ് ദ അറ്റൻഷൻ ഓഫ് പ്രാക്ടീഷണേഴ്സ് ആൻഡ് അഡപ്റ്റ്സ് ആസ് എ സ്പിരിച്വൽ ഗൈഡൻസ് ടൂൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ സേക്രഡ് പ്ലേസ് ആൻഡ് ആസ് ആൻ എയ്ഡ് ടു മെഡിറ്റേഷൻ ആൻഡ് ട്രാൻസ് ഇൻഡക്ഷൻ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഈ മണ്ഡല എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ മലയാളികളെ സംബന്ധിച്ച് മനസ്സിലായിരുന്നു. മണ്ഡലകാലം, മണ്ഡലകാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പറയുന്നത് ഓക്കെ ഇത്ര ദിവസം എന്നുള്ള ഒരു രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ വേറെ ആംഗിളിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്, ആ അമ്പലത്തില് അല്ലെങ്കിൽ ആ പ്ലേസ് ഓഫ് വർഷിപ്പില് 365 ദിവസവും റെഗുലർ ആയിട്ട് അവിടെ, കാരണം കാട്ടിലാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ ആയിട്ട് അവിടെ എന്തെങ്കിലും റെഗുലർ ആയിട്ട് ഒന്നും ഉണ്ടാകണമെന്നുണ്ടാകുന്നില്ല. അവർ വർഷത്തിൽ ഒരിക്കലും ഒരു പർട്ടിക്കുലർ കാലഘട്ടം, ഒരു കുറച്ച് ഫെസ്റ്റീവ് സീസൺ എന്ന് വേണമെങ്കിൽ പറയാം, അവിടുത്തെ ആ സമയത്ത് ചെന്ന് നമ്മൾ കളമെഴുത്തൊക്കെ ചെയ്യത്തില്ലേ, അത് തന്നെയായിരിക്കണം അന്നത്തെ കാലത്ത് മണ്ഡല എന്നുള്ളത് ആ വാക്ക് വന്നത്. അതായത് നമുക്ക് ആ മണ്ഡല എന്ന് ഇപ്പൊ പറയുന്ന വാക്കും ഈ ഒരു യൂസേജും നമുക്ക് കറക്റ്റ് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് ആ കോണ്ടെക്സ്റ്റ്. കാരണം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇത് ബ്രാഹ്മിയില് രണ്ടാമത്, ഇത് കമ്പയറബിൾ ആയിട്ട് രണ്ടാമത് ഒരെണ്ണം ഇതില്ല. ഇതൊരു എന്തെന്നാ പറയുന്നത്, യുണീക്ക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേറെ ഒരിടത്തു നിന്നും ഈ രീതിയിൽ ഇതിന് ഞാനിതിൽ പറയുന്നത് സ്പെല്ലോ പിക്ചർ ആണ്. അത് സ്പെല്ലിംഗ് വെച്ച് പിക്ചർ ഉണ്ടാക്കുന്ന എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരാള് ഇവിടെ തല ആയിട്ട് കിടക്കും പോലെയൊക്കെ ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ മണ്ഡല എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രിക്കേറ്റ് ആണ്. ഒരുപാട് മണ്ഡല പഴയതുള്ളതൊക്കെ നമുക്കിപ്പോഴും പ്രിസർവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ടിബറ്റൻ റീജിയനിൽ നിന്ന്. ഇത് ഒരു പക്ഷെ അതിന്റെ ഒരു ഫോർറണ്ടർ ആയിരിക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത്,
പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഒരു ചാത്തൻ കോവിൽ, കാരണം ഈ ചാത്തൻ എന്നുള്ള വാക്കാണ് ഈ പെരിങ്ങാശ്ശേരി ലിഖിതത്തിൽ 2300 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. 1900-ലും ഗവൺമെന്റ് ഫോട്ടോഗ്രാഫറായ സക്രിയാസ് ഡിക്രൂസ് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ വ്യൂസ് എന്നുള്ളത് പറയുന്നത്, ഫോർ ദി പേഴ്സൺ കളക്ഷൻ. ഇത് 1900-ലാണ് എടുത്തിരിക്കുന്നത്. ആ ഫോട്ടോയില് ചാത്തൻ കോവിൽ എന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ഈ ഒരു ക്ഷേത്രത്തെ പറയുന്നത്. അതായത് ചാത്തൻ എന്നുള്ളൊരു വാക്ക് ഞാൻ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ, CHATH എന്നുള്ളത്, പക്ഷെ നമുക്കറിയാം ചത്തൻ എന്ന് വായിക്കാറില്ല, ചാത്തൻ എന്നുള്ളത് തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ചാത്തൻ എന്നുള്ള പേര് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് വളരെ കോമൺ ആയിരുന്നു, ആ ഒരു ട്രഡീഷൻ നമുക്ക് വളരെയധികം ഉണ്ടായിരുന്നു, ചാത്തൻ എന്നുള്ള പേര്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേരടക്കം അയാളുടെ പ്രൊഫഷനും എല്ലാം ബുദ്ധിസമായിട്ട് മാത്രമാണ് എനിക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നത്. താങ്ക്സ്. അപ്പോൾ ഒരുവിധമെല്ലാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചതെന്ന് ഉദ്ദേശിക്കുന്നു, ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഫർദർ ഡിബേറ്റ്സ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിയാവുന്നതും ഞാൻ അതിന് മറുപടി തരാൻ ശ്രമിക്കാം. ഇത്തരമൊരു